എറണാകുളം ജില്ലയിൽ ടൗണിനടുത്ത് വീട് വേണമെന്ന് നിങ്ങൾ എപ്പോഴും ചോദിക്കാറില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീട് കൊണ്ടുവന്നിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാട്, പാലാരിവട്ടം ഇതിനൊക്കെ വളരെ അടുത്തായിട്ട് വാഴക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഷോപ്പ്, ബസ് റൂട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നിങ്ങൾക്കറിയാം, വാഴക്കാലയിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ അധിക നാൾ നിൽക്കില്ല, പെട്ടെന്ന് സെയിലാവും. അതുകൊണ്ട് വീഡിയോ കണ്ട് തീരാൻ നിൽക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇവിടെ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്ക് നമുക്ക് വെറും 500 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നിങ്ങൾ വീടിന്റെ എലിവേഷൻ കണ്ടോളൂ, അപ്പോഴേക്ക് ഞാൻ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി പറയാം. കാക്കനാട് സെസ് വ്യവസായ മേഖല വളരെ അടുത്താണ്. വെറും 3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 5.4, കളമശ്ശേരി കുസാറ്റിലേക്ക് 4.7 കിലോമീറ്റർ, കളക്ടറേറ്റ് തൊട്ടടുത്താണ്. വെറും 3.4 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. നിങ്ങൾക്ക് ഇടപ്പള്ളിയിലേക്ക് പോകണമെങ്കിൽ 3.9 കിലോമീറ്റർ ആണ്. അതുപോലെ തൃപ്പൂണിത്തുറ ഭാഗവും ഈസിയാണ്, 8 കിലോമീറ്റർ. എയർപോർട്ടിലേക്ക് ഇവിടെ നിന്ന് വെറും 45 മിനിറ്റ്സിന്റെ ട്രാവൽ മാത്രമാണ് വരുന്നത്. നമുക്കിത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് വരുന്നത്. റെസിഡൻഷ്യൽ ഏരിയ ആണ്, വീതിയുള്ള ടാർ റോഡാണ്. എലിവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ബ്രിക്ക് മോഡലുള്ള ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. ഭംഗിയായ ഒരു ബോക്സി ആൻഡ് ഒരു എ കാറ്റഗറി വരുന്ന ആ ഒരു എലിവേഷനാണ് വീടിനായിട്ട് കൊടുത്തിരിക്കുന്നത്. മതില് ഗേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു ഡിസൈൻ ആണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് നമുക്ക് ഗേറ്റ് വരുന്നത്. ഗേറ്റിന്റെ ഡിസൈൻ നോക്കിക്കോളൂ, ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി പോർച്ചിൽ നിങ്ങൾക്ക് ഒരു കാറ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് രണ്ടാമത്തെ കാറും, സോ നമ്മുടെ രണ്ട് കാറുകൾക്കും സേഫ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. കാർ പാർക്കിങ്ങിന്റെ ഒരു റൂഫ് കവർ ചെയ്യാനുണ്ട്, അതുകൂടെ നിങ്ങൾക്ക് ബിൽഡർ ചെയ്തു തരുന്നതായിരിക്കും. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. നമ്മുടെ സ്റ്റോൺസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾ നേരെ ചെല്ലുന്നത് വർക്ക് ഏരിയയുടെ ഒരു പോർഷനിലേക്കാണ്. വലിയൊരു വർക്ക് ഏരിയ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫും ഫ്ലോറും ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഏരിയ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങൾ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. കിച്ചന്റെ ആ ഒരു പോർഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കിണർ വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. മറ്റൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളത് KWയുടെ വാട്ടറും ആണ്. സോ 2 ടൈപ്പ് ഓഫ് വാട്ടർ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഏരിയ സ്പേഷ്യസ് ആണ്. പെബിൾസ് വിരിച്ചിട്ട് ഫുഡ് സ്റ്റെപ്സ് വെക്കാൻ ഇതുപോലെ സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്തും വിഡ്ത്തും ഒക്കെയുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഡിസൈനുള്ള പില്ലറുകൾ വരുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ലൊരു പെയിന്റിങ്ങും ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. ഈസ്റ്റ് ഫേസിംഗ് ആണ്, കിഴക്കോട്ട് ദർശനമായിട്ട് ഇതുപോലെ 2 പാളിയിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വുഡ് ഐറ്റംസ് ഒക്കെ നോക്കുവാണെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാർബിൾ ഹോംസിലേക്ക് വിളിക്കുമ്പോൾ തന്നെ വലിയ ലിവിംഗും ഡൈനിങ്ങും ഉണ്ടോ എന്ന് ചോദിക്കുന്ന കസ്റ്റമർ ആണ് നിങ്ങൾ. സത്യമല്ലേ? നിങ്ങൾക്ക് പറ്റിയ ഒരു വലിയ ലിവിംഗ് ആൻഡ് ഡൈനിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. നീളവും വീതിയും ശ്രദ്ധിച്ചോളൂ. 15.5 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയ ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. 2 സൈഡിലായിട്ട് 4 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ടൈൽ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിൽ നല്ലൊരു ഡിസൈനിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. TV വെക്കാനുള്ള വോൾ നോക്കിക്കോളൂ, നല്ലൊരു ഡിസൈനിൽ കൊടുത്തിട്ട് പാനലിംഗ് വർക്കുകളും ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടാണ് പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ബൾബുകൾ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഫാൻ ഫിറ്റിംഗ് കൂടി കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് തേക്കാണ്. നല്ലൊരു ഡിസൈനിലാണ് ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു കമ്പികളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. ലിവിങ്ങിനോടൊത്ത വലിയ ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 13.5 അടി നീളവും 12 അടി വീതിയുമുള്ള വലിയൊരു സ്പേസ് ആണ് ഡൈനിങ്ങിന്. എത്ര വലിയ ടേബിൾ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഒരു ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് മോഡലിൽ വിൻഡോസ് വരുന്നുണ്ട്. ഡബിൾ സേഫ്റ്റിക്ക് ആയിട്ട് നമുക്ക് അകത്തൂടെ അയൺ ബാറുകളും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ വി ഗാർഡിലാണ് വരുന്നത്. നിങ്ങൾക്ക് ഇൻവെർട്ടേഴ്സ് വെക്കാനായിട്ട് ഈ ഒരു ഭാഗത്ത് പോയിന്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. റൂഫ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്കി കവർ ചെയ്തിട്ടുള്ള പോർഷൻ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളും ഹാങ്ങിങ് ലൈറ്റ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ ജാഗ്വാറിലും ജറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ഏരിയ ഇവിടെയാണ്. ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നല്ലൊരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ 2 ഹാങ്ങിങ് ലൈറ്റും മിററും വരുന്നുണ്ട്. ജാഗ്വാറിന്റെ വാഷ് ബേസിനാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. താഴെ നിറയെ കബോർഡുകളാണ്. അതിന്റെ താഴെ വരുന്ന സ്പേസ് നോക്കിയാലും കാണാം LED സ്ട്രിപ്പുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടുത്തെ ഒരു ബെഡ്റൂം വരുന്നത് താഴെയാണ്. ഭംഗിയുള്ള പെയിന്റിങ്ങിലും ഡിസൈനിലും ഒക്കെയാണ് ഡോറ് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള റൂമുകൾ പോലെ തന്നെയാണ് വലിയ സൈസായിട്ടാണ് ബെഡ്റൂമും വരുന്നത്. 14-12 ഫീറ്റ് ആണ്. 2 സിംഗിൾ വിൻഡോസും ഇവിടെ 4 വിൻഡോസും ആണ് കിട്ടുന്നത്. ഫുഡ് ലാമ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. റൂഫില് സിമ്പിൾ ആയ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ഒരു മോഡലിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ റൂമുകളെ പോലെ തന്നെ ബാത്റൂം വലിയ സ്പേഷ്യസ് ആണ്. വളരെ വലിയൊരു ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. വൈറ്റ് കളറിലെ ഡിസൈൻ ഉള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ട് വലിയ ഏരിയ ആണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി കിച്ചൺ ഒന്ന് കാണാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചന്റെ ആ ഒരു വോള് കംപ്ലീറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. നല്ലൊരു ലീഫി ഡിസൈനിലുള്ള ആ ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. എൻട്രൻസ് കംപ്ലീറ്റ് ആയിട്ട് പാനലിംഗ് വർക്കാണ്. താഴെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡിസൈനോട് കൂടിയിട്ട് പാനലിംഗ് ആണ്. നമുക്ക് നല്ല വിട്ടോട് കൂടിയിട്ട് വലിയൊരു കൗണ്ടർ ടോപ്പ് കിട്ടുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇവിടെ ഓപ്പൺ ഷെൽഫുകൾ, എൻട്രൻസിൽ 2 ഹാങ്ങിങ് ലൈറ്റും കിട്ടുന്നുണ്ട്. വളരെ വലിയൊരു കിച്ചൺ ആണ് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് കിച്ചണിൽ വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല വൈറ്റ് കളറിലാണ് ക്യാബിനറ്റ്സ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലൊക്കെ മൊറോക്കൻ ഡിസൈനുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ് വരുന്നത്. റൂഫിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നിങ്ങൾക്കൊരു ചിമ്മിണി കൂടി കിട്ടുന്നുണ്ട്. കിച്ചന്റെ ഡോർ തുറന്നാൽ നേരെ വർക്ക് ഏരിയ ആണ്. നമ്മളത് ഓൾറെഡി കണ്ടതാണ്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഈ ഒരു ഹാളിലേക്ക് അവിടെയായിട്ടാണ് ബാക്കിയുള്ള 3 വിൻഡോസും കിട്ടുന്നത്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇതുപോലൊരു ഹാളിലാണ്. എൽ ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഹാള് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് എവിടെ വേണമെങ്കിലും എടുക്കാം. വലിയ ബോളുകൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് TV എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഇതേപോലെ ഒരു ഷേപ്പിലാണ് ഹാള് വരുന്നത്. യാതൊരു കൺജഷനും കൂടാതെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇതിന്റെ റൂഫ് കംപ്ലീറ്റ് നോക്കിക്കോളൂ. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. നമുക്ക് ഹാളിലേക്ക് ഒരു ഫാൻ ഫെസിലിറ്റി കൂടി കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഡോർ തുറന്നാൽ യൂട്ടിലിറ്റിക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. റൂഫും സൈഡും എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോർ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ്. ടെറസ് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഹാളിൽ നിന്ന് തുടങ്ങുന്ന 2 ബെഡ്റൂമുകളാണ് മുകളിൽ കാണാനുള്ളത്. ഡോറിന്റെ പാറ്റേൺ എല്ലാം സെയിം ആണ്. താഴെ കണ്ടതുപോലെ തന്നെ വലിയ ബെഡ്റൂം ആണ്. 13.5 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആണ്. ഫുഡ് ലാമ്പ്സ് കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ആണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മുടെ റൂമുകളെ പോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷന് ഡിസൈനുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. 14.5 അടി നീളവും 12 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. ഇവിടെ 3 വിൻഡോസും ബാക്കി വലിയ 4 വിൻഡോസ് ആ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫുഡ് ലാമ്പ്സ് വരുന്നുണ്ട്. റൂഫില് സിമ്പിൾ ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ആണ്. നിങ്ങൾ കണ്ട 3 ബെഡ്റൂമുകളിലും വാർഡ്രോബ് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ബിൽഡർ വാർഡ്രോബ് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് ഡ്രസ്സിംഗ് ടേബിളൊക്കെ അഡീഷണൽ ആയിട്ട് വെക്കണമെങ്കിൽ ഇവിടെ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമും വളരെ വലിയ ഏരിയയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇറങ്ങുന്നത് ബാൽക്കണിയിലേക്കാണ്. മറ്റുള്ള റൂമുകളെ പോലെ തന്നെ വലിയൊരു ബാൽക്കണിയാണ് നിങ്ങൾക്ക് ഇവിടെയും കിട്ടുന്നത്. ആ ഭാഗത്തൊരു റൗണ്ട് ഡിസൈൻ വരുന്നുണ്ട്. ഹാൻഡ് റൈൽസ് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്തിട്ട് സേഫ് ആയിട്ടാണ് അയൺ ബാറുകൾ കൊടുത്തിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. നല്ല സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് പെയിന്റിങ്സ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ടൗണിന് വളരെ അടുത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പറ്റിയ ഒരു വീടാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാടിനും പാലാരിവട്ടത്തിനും ഒക്കെ അടുത്ത് വാഴക്കാല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ബസ് റൂട്ട്, മെട്രോ എല്ലാം നിങ്ങൾക്കറിയാം. വെറും 500 മീറ്റർ മാത്രമാണ് അവിടെ നിന്നുള്ള ദൂരം വരുന്നത്. നിങ്ങൾക്ക് സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും മാർക്കറ്റ് എല്ലാ സൗകര്യവും നമ്മുടെ ഒരു ജീവിതത്തിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം ഒരു വിരൽത്തുമ്പിന് തൊട്ടടുത്ത് കിട്ടുന്ന ഒരു സ്ഥലമാണ് വാഴക്കാല എന്ന് പറയുന്നത്. വാഴക്കാലയിൽ താമസിച്ചവർക്കറിയാം അത്ര സൗകര്യങ്ങളുടെ നടുക്കാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ലാൻഡ് അളവ് 4 സെന്റ് ആണ് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് ആണ്. 4 സെന്റ് ഓഫ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളുണ്ട്.
2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടറും KW കണക്ഷനും ഉണ്ട്. യൂട്ടിലിറ്റി, ബാൽക്കണി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട്. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീട് വാഴക്കാലയിലായതുകൊണ്ട് തന്നെ വീടിന് 1,35,00,000 രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 1.35 CR എന്നുള്ള ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ ബെഡ്റൂമുകളിലെയും വാർഡ്രോബ് ചെയ്ത് തരുന്നതായിരിക്കും. കാർ പോർഷന്റെ റൂഫ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്ത് ഈ ഒരു റേറ്റ് ആണ് ഈ ഒരു സ്ഥലത്തിന് വരുന്നത്. വാഴക്കാലയിൽ വീട് നോക്കുന്നവർക്കും സ്ഥലം അന്വേഷിക്കുന്നവർക്കും അറിയാം എന്തുകൊണ്ട് നിങ്ങൾക്ക് പുറത്താണ് ഈ ഒരു എമൗണ്ടിന്. എങ്കിൽ പോലും മാർബിൾ ഹോംസിന്റെ കസ്റ്റമർ ആയിട്ട് നിങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങളാവുന്ന വിധം നെഗോഷ്യബിൾ ആക്കി ഒരു വീട് വാങ്ങി തരുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്കറിയാം ഈ ഭാഗത്ത് വീട് വന്നാൽ പെട്ടെന്ന് സെയിൽ ആവും. ഇനിയിപ്പോ കയ്യിൽ ക്യാഷ് ഫുള്ളില്ലെങ്കിലും ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്കത് ലോൺ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷ് നമ്മൾക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോണിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ എങ്ങനെ ഇപ്പൊ തന്നെ വിളിക്കുകയല്ലേ? അപ്പൊ നമുക്ക് ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മാർബിൾ ഹോംസിലൂടെ കാണുന്നത് വരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ബൈ.